കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാജേഷിൻ്റെ മൃതദേഹം പുളിങ്ങോം പാലത്തിന് സമീപത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവരമ്പിൽ നിന്നാണ് ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഒരു രക്ഷാപ്രവർത്തനത്തിനിടെയാണ് പെട്ടെന്നുണ്ടായ ഒഴുക്കിൽ അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയും ഈ കാര്യങ്കോട് പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. കർണാടക വനത്തിൽ ഉൾപ്പെടെ ശനിയാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു രാജേഷ് ഒഴുക്കിൽപ്പെട്ടത്. രാജേഷ് 2 ജീവൻ രക്ഷിച്ചതിന് ശേഷമാണ് അദ്ദേഹം വെള്ളത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 4:30 അപകടം സംഭവിച്ചത്. തുടർന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ് രാജേഷ്. അങ്ങനെ രാജേഷിൻ്റെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. പയ്യന്നൂർ MLA ഉൾപ്പെടെയുള്ള ആൾക്കാർ മൃതദേഹം കിട്ടിയതറിഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ്, P കുഞ്ഞികൃഷ്ണൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ്, ചെറുപുഴ പോലീസ്, അങ്ങനെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്ങനെ എല്ലാ ആളുകളും ഒരു സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ ജനങ്ങൾ തന്നെ ഈ വിവരമറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പോലീസിൻ്റെ തുടർ നടപടികൾക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബന്ധുക്കളായ കഴിഞ്ഞ ഞായറാഴ്ച തന്നെ ബന്ധുക്കളെല്ലാം നമ്മുടെ ഈ ചെറുപുഴയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്.